എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ സെഹോൺ വന്ന് ഗാമിനോട് പറയുവാണ് ഞാൻ നിന്റെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാമെന്ന്. അതും കേട്ട് ഗാമിൻ സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പ്രിൻസിപ്പളും ആ ഇൻസ്പെക്ടറും എല്ലാവരും കൂടെ വരുന്നത്. അവര് നോക്കുമ്പോൾ ഇവന്റെ ലീഹോണിനെ തല്ലി ചതച്ചിട്ടേക്കുന്നു. അങ്ങനെ ഗാമിനെ നേരെ ഓഫീസിലേക്ക് കൊണ്ടുവരികയാണ്. അവൻ അവിടെ വിഷമിച്ചിരിക്കുന്ന സമയം സെഹോൺ കാണാൻ വേണ്ടി വരും. നീ ഇതിന് ഇങ്ങോട്ടേക്ക് വന്നേ, നീ എന്റെ കൂടെ ഉള്ളതാണെന്നും പറഞ്ഞ് അവര് നിന്നെ ചീത്ത പറയുമെന്ന് ഗാമിൻ പറയുമ്പോൾ അത് പിന്നെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലീഡറെ പിടിച്ചു വെച്ചിരിക്കുമല്ലേ, അപ്പൊ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുവാണ്. സ്റ്റഡി ഗ്രൂപ്പിന്റെ ലീഡർ എന്നൊക്കെ ഇവൻ തന്നെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഗാമിൻ ആണെങ്കിൽ വല്ലാണ്ട് രോമാഞ്ച പുളകിതനാവുകയാണ്. ഇപ്പൊ സെഹ്യോൺ ആണെങ്കിൽ ട്രെയിനിങ് റൂമിലും ഇപ്പൊ ക്ലാസ്സിലും ഒക്കെ വെച്ച് തന്നെ സഹായിച്ചതിന് ഇവനോട് താങ്ക്സ് പറയും. ഈ സമയമായിരിക്കും അങ്ങോട്ടേക്ക് പ്രിൻസിപ്പളും കൂട്ടരും വരുന്നത്. അവരെ കാണുന്നതും സെഹ്യോൺ അവിടെ നിന്ന് മുങ്ങും. അങ്ങനെ ഇവൻ ഇറങ്ങി നേരെ വരാന്തയിലൂടെ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ കണ്ട് പേടിച്ചെന്ന രീതിയിൽ സൈഡിലേക്ക് മാറി നിൽക്കുവാണ്. എന്താ സംഭവം എന്ന് മനസ്സിലാക്കാതെ സെഹ്യോൺ നോക്കുമ്പോഴാണ് ഇവര് തന്നെ കണ്ടല്ല പേടിച്ചത്, തന്റെ പിറകിൽ വരുന്ന 3 എണ്ണത്തിനെ കണ്ടാണ് പേടിച്ചതെന്ന് മനസ്സിലാവുന്നത്. ആ 3 എണ്ണവും ഈ പീഹാറിന്റെ ടീമാണ്. അവര് നേരെ ലീഹോണിനെ പൊക്കിക്കൊണ്ട് പീഹാറിന്റെ അടുത്തേക്ക് വരും. ഈ ദൃശ്യം മറ്റൊരു റൂഫ് ടോപ്പിൽ ഇരുന്ന പാർക്കും കാണുന്നുണ്ട്. ഇവിടെ പ്രിൻസിപ്പൾ ആണെങ്കിൽ ഇൻസ്പെക്ടറോട് ഇങ്ങനെയുള്ള തല്ലിപ്പൊളി സ്റ്റുഡൻസ് എല്ലാ സ്കൂളിലും ഉണ്ട്, ഞാൻ എന്തായാലും വയലൻസ് കമ്മിറ്റിയെ വിളിച്ചു ചേർത്തോളാം, ഇവനെ എത്രയും പെട്ടെന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടോളാന്ന് പറയും. എന്നിതും കേട്ട് മിസ് ലീക്ക് കൈയും കേട്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ സത്യത്തിൽ ഈ സ്കൂളിന്റെ ഭാഗത്തും തെറ്റില്ലേ? 600 സ്റ്റുഡൻസിനേക്കാൾ കൂടുതൽ സ്കൂൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഇൻസ്പെക്ടറിനെയാണ്. ഗാമിൻ അങ്ങനെ ചെയ്യാൻ കാരണം ഗാമിൻ ഒരു വഴി ഇല്ലാഞ്ഞതുകൊണ്ട് അവനെയാണ് അവരാദ്യം ബുള്ളി ചെയ്തത്. വയലൻസിനെ ഞാൻ ജസ്റ്റിഫൈ ചെയ്യുമല്ല, ഇവിടെ ഞാൻ എത്രയും ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാ ഇവിടുത്തെ കുട്ടികൾക്ക് വയലൻസ് അല്ലാതെ മറ്റൊരു കാര്യം അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേട്ട് ദേഷ്യത്തിൽ തിളച്ചു നിൽക്കുവാണ് പ്രിൻസിപ്പൾ. ഈ സമയം ആ ഇൻസ്പെക്ടർ പറയും, ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ മിസ്സിനെ എവിടെ വെച്ചാ കണ്ടേന്ന്. ടീച്ചർ സർട്ടിഫിക്കേഷൻ എക്സാമിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ ലീഹാൻ നീയല്ലേ, നിനക്കൊരു മാറ്റവും ഇല്ല. ഇവള് ടോപ്പ് സ്കോറർ ആയിരുന്നു എന്ന് കേട്ട് ഗാമിനും പ്രിൻസിപ്പളും ഷോക്കാവുകയാണ്. ഇവളായിരുന്നു ടോപ്പ് സ്കോറർ, പക്ഷെ സർട്ടിഫിക്കേഷന് വേണ്ടി ഇവളെ രജിസ്റ്റർ ചെയ്തില്ല. അങ്ങനെ ആ സർട്ടിഫിക്കേഷൻ ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ കേൾക്കട്ടെ ലീ, നീ എങ്ങനെയാ ഈ സ്കൂളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നത്? ലീ പെട്ടെന്ന് ഒന്നും ആലോചിക്കാതെ പറയും, ഞാനൊരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോവാ. സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നത് സത്യത്തിൽ ഗാമിന്റെ ഐഡിയ ആണ്. അവന്റെ കൂടെ നിന്ന് ഞാനും അതിനുവേണ്ടി പ്രയത്നിക്കുമെന്ന് പറയും. സാർ ഈ പൊട്ടത്തരം ഒന്നും കേട്ടിരിക്കേണ്ടെന്ന് പറയുന്ന പ്രിൻസിപ്പളിനോട് സ്റ്റഡി ഗ്രൂപ്പ് ഒരു നല്ല ഐഡിയ ആണ്, അതുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുവാണ് ആ പ്രിൻസിപ്പളും. ഇപ്പൊ ഇൻസ്പെക്ടറുടെ അപ്രൂവൽ കിട്ടിയ സ്ഥിതിക്ക് പ്രിൻസിപ്പളിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ശരി, സ്റ്റഡി ഗ്രൂപ്പ് എങ്കിൽ സ്റ്റഡി ഗ്രൂപ്പ്. എന്തായാലും ഗുഡ് ലക്ക്, നന്നായിട്ട് ചെയ്യാൻ നോക്ക്. എന്താ പക്ഷെ ആ സ്റ്റഡി ഗ്രൂപ്പ് ക്യാൻസൽ ആവുന്ന നിമിഷം നിന്റെ കോൺട്രാക്റ്റും ടെർമിനേറ്റഡ് ആവും. എന്നാലും ഈ സ്കൂളിൽ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഇവിടെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കാന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിനക്ക് തോന്നിയത് എന്ന് പ്രിൻസിപ്പൾ ലീയോട് ചോദിക്കുന്നത് കേൾക്കാം. ഇപ്പൊ ലീ വന്ന് ഗാമിനോടും സെയോണിനോടും പറയും, 2 വീക്ക് കൊണ്ട് 5 സ്റ്റുഡൻസിനെ സ്റ്റഡി ഗ്രൂപ്പിൽ കിട്ടിയാൽ മാത്രമേ പ്രിൻസിപ്പൾ ഇതിനെ അപ്രൂവ് ചെയ്യൂ. എന്നാതോർത്ത് പേടിച്ച് നിങ്ങൾ ഇതിനെ വിട്ടുകളയരുത്. നമ്മളിലെ വിശ്വസിക്കാതിരുന്നത് തെറ്റായി പോയിരുന്നു എന്ന് നമുക്ക് പ്രിൻസിപ്പളിനെ ബോധ്യപ്പെടുത്തണം. ബാക്കി മെമ്പേഴ്സിനെ ഞങ്ങൾ കണ്ടെത്തിക്കോളാന്ന് ഗാമിനും ഉറപ്പു നൽകും. അങ്ങനെ ഇപ്പോൾ സ്റ്റഡി ഗ്രൂപ്പിലേക്ക് മെമ്പേഴ്സിന് ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഇവൻ പോസ്റ്റർ ഒട്ടിച്ചു വെക്കുകയാണ്. ഇത് കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഗാമിന് പ്രാന്താണെന്നും പറഞ്ഞ് അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോസ്റ്ററിന് ചുറ്റുമുള്ള ആൾക്കൂട്ടത്തിനെ കണ്ട് ഗാമിനാണെങ്കിൽ എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു 10 പേരെങ്കിലും നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുമെന്ന്. അങ്ങനെയാണെങ്കിൽ ആദ്യം വന്നവരെ എടുക്കണോ അതോ കൂടുതൽ മാർക്കുള്ളവരെ എടുക്കണം? ഇത് കേട്ട് ആദ്യം നീ സ്കൂളിൽ നിന്ന് പോകാണ്ട് നോക്കെന്ന് പറഞ്ഞു പോവാണ് സെഹ്യോൺ. കട്ടാകുമ്പോൾ പോസ്റ്റർ വെച്ചപ്പോൾ ഏതാണ്ട് ഒരു 3 മണിക്കൂറെങ്കിലും കഴിഞ്ഞു. ആരും ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് ഇതുവരെ ഇവർ അപ്രോച്ച് ചെയ്തിട്ടില്ല. ഈ സമയമാണ് ഒരുത്തൻ, നീയാണോടാ ഗാമിൻ, ഞാനൊരു റൂമർ കേട്ടല്ലോ എന്നും പറഞ്ഞ് ഡോറും തള്ളി തുറന്ന് അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ പക്ഷെ ഇത് നമ്മൾ വിചാരിച്ചതുപോലെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വന്നവനല്ല. 10ാം ക്ലാസ്സിലെ 3ാമത്തെ റാങ്കിൽ ഫൈറ്റ് ചെയ്യുന്നവനാണിവൻ. ഗാമിൻ ലീഹോണിനടക്കം കുറെ പേര് അടിച്ച് പഞ്ചറാക്കിയെന്നൊക്കെ ഇപ്പൊ ആ സ്കൂള് മൊത്തം പരന്നിരിക്കുവാണ്. ഇത് കേട്ടവൻ എത്ര വലിയ ആളാണെങ്കിലും എന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് അവൻ ഇപ്പൊ ഈ ഗാമിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ഗാമിൻ ഓർക്കും ഇവൻ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വന്നതാണെന്ന്. ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പൊ അപ്ലിക്കേഷൻ ഫോം എടുക്കാമെന്നും പറഞ്ഞ് ഗാമിൻ തിരിയുന്ന സമയം അവൻ അടിക്കാനായിട്ട് മുതിരി ഓണിച്ചതൊക്കെ. എന്നാൽ എത്ര തന്നെ നോക്കിയിട്ടും ഒരടി പോലും ഗാമിന് കൊള്ളുന്നില്ല. പാവം എത്ര കിടന്ന് പരിശ്രമിച്ചിട്ടും അവന് പ്രശ്നം പറ്റാന്നല്ലാതെ ഗാമിന് ഒരു കുഴപ്പമില്ല. അവസാനം ലോക്കറിന്റെ ഡോറ് തുറക്കുന്ന ശക്തിയിൽ അവൻ നിലത്തിടക്കുവാണ്. ഒന്നും അറിയാതെ അപ്ലിക്കേഷൻ ഫോമും എടുത്ത് ഗാമിൻ നോക്കുമ്പോഴേ മൂക്കിന്ന് ചോരയും വന്ന് ഇവൻ നിലത്തിടക്കുന്നു. ഇവനോട് ചെന്ന് ഇവനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോൾ പുറത്തുനിന്ന് ഇത് മൊത്തം കണ്ടുകൊണ്ടിരുന്ന സ്റ്റുഡൻസ് വിചാരിക്കുന്നത് ബോധം പോയിട്ടും അവനെ ഗാമിൻ തല്ലിക്കൊണ്ടിരിക്കുകയാണെന്ന. ഈ കണ്ട വിവരങ്ങളെല്ലാം ഒരിത്തിരി കൂട്ടി ഈ സ്റ്റുഡൻസ് സ്കൂളിൽ മൊത്തം പാട്ടാക്കും. അതായത് ഗാമിൻ ഒരു ഫൈറ്റർ ആണ് എന്ന മട്ടിൽ. ഇനിയും നമ്മൾ ഇങ്ങോട്ടേക്ക് ആരെങ്കിലും വരുമെന്നും വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. പഠിക്കാൻ ത്വരയുള്ള കണ്ണുകളെ നമുക്ക് തന്നെ കണ്ടുപിടിക്കണമെന്ന് പറയുവാണ് ഗാമിൻ. ഇവിടെ ക്യാൻറ്റീനിലാണെങ്കിൽ എല്ലാവരും കൂടെ ഗാമിന്റെ വീരചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പഠിക്കാൻ ത്വരയുള്ള കണ്ണിനെയും തപ്പി ഗാമിൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഗാമിനെ കണ്ടതും എല്ലാവരും കൂടെ പേടിച്ച് തലയും താഴ്ത്തിയിരിക്കുകയാണ്. എടാ അവനിപ്പോ ഏതോ ഒരു സ്റ്റഡി ഗ്രൂപ്പിന്റെ പിന്നാലെയാ. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും വിസമ്മതിച്ചാ അവരെന്തായാലും അവരെ ടോർച്ചർ ചെയ്യും. തല
താഴ്ത്തിരിക്കണമെന്ന് പറയും. ഈ സമയമായിരിക്കും ഗാമിൻ അവിടെ ഇരിക്കുന്ന ഒരു മഞ്ഞ ടീഷർട്ടിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കണ്ണിലോട്ട് നോക്കുന്നത്. ലവനാണെങ്കിൽ ഇങ്ങനെ പേടിച്ച് വതച്ച് നിൽക്കുമ്പോൾ കണ്ണിലേക്ക് നോക്കി പഠിക്കാൻ തുറയില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ഗാമിൻ അങ്ങ് പോകും. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നും പറഞ്ഞാണ് അവര് നിൽക്കുന്നത്. പഠിക്കാൻ താല്പര്യമുള്ള ആരെയും നിനക്ക് ഈ സ്കൂളിൽ നിന്ന് കിട്ടുമെന്ന് തോന്നില്ല എന്നും പറഞ്ഞ് സെഹ്യോണും ഗാമിനും കൂടെ വരുമ്പോഴായിരിക്കും ഇവരുടെ ഓപ്പോസിറ്റ് ആ പാർക്ക് വരുന്നത്. അത് ആരാണെന്ന് ഗാമിൻ ചോദിക്കുമ്പോൾ അവന്റെ പേര് പാർക്ക്, ഞങ്ങൾ മിഡിൽ സ്കൂളിൽ ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത്. 7ാം ക്ലാസ്സിൽ വെച്ച് അവൻ ഡ്രോപ്പ് ചെയ്ത് അമേരിക്കയിലോട്ട് പോകും. ഇത് കേൾക്കുന്ന ഗാമിനാണെങ്കിൽ അപ്പൊ അവൻ അമേരിക്കയിലാണോ പഠിച്ചതെന്ന് ചോദിച്ച് പാർക്കിന്റെ അടുത്തേക്ക് ഓടുമ്പോൾ എടാ അവന്റെ അടുത്തേക്ക് ഓടല്ലേ എന്ന് സെഹ്യോൺ വിളിച്ച് പറയുന്നുണ്ട്. എന്നൊന്നും കേൾക്കാത്ത ഗാമിനാണെങ്കിൽ ഇപ്പൊ നേരെ പാർക്കിന്റെ അടുത്തേക്ക് വന്ന് നീ US-ലാണ് പഠിച്ചതെന്ന് ഞാൻ കേട്ടു, അപ്പൊ നിനക്ക് ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ, ഞങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ചോദിക്കും. എന്നിത് കേൾക്കുന്ന പാർക്കാണെങ്കിൽ നിന്നെ കണ്ടിട്ട് നല്ല കോൺഫിഡന്റ് ആണെന്ന് തോന്നല്ലോ, അല്ലെങ്കിൽ നിന്റെ ചുറ്റുമുള്ള ആളുകൾ പ്രശ്നത്തിലാകുമോ അല്ലയോ എന്നൊന്നും നീ ഒട്ടും വകവയ്ക്കാത്തതാണോ എന്നും ചോദിച്ച് അവിടെ നിന്ന് പോവാണ്. ഇവൻ ക്ലാസ്സിൽ കിടന്ന് ലീഹോണുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതെല്ലാം ഈ പാർക്ക് പുറത്ത് നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്തായാലും ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ലീഹോൺ സ്കൂളിലേക്ക് വന്നിട്ടില്ല. ക്ലാസ് ടീച്ചർ കൂടെ ആയതുകൊണ്ട് തന്നെ മിസ് ലീ അവനെ കോൾ ചെയ്ത് നോക്കുന്നുണ്ട്. അഡ്രസ്സ് തപ്പി വീട്ടിൽ വരെ ചെന്ന് നോക്കും, എന്നാൽ അവിടെയും അവനെ കാണാൻ കഴിയില്ല. ഇവിടെ ഗാമിനാണെങ്കിൽ മെമ്പേഴ്സിനെ കിട്ടാണ്ട് വളരെ അപ്സെറ്റ് ആയിട്ടിരിക്കുവാണ്. ഇപ്പൊ സെഹ്യോൺ ആണെങ്കിൽ നിനക്ക് പഠിക്കണമെന്ന് എന്താ വലിയ ആഗ്രഹം, നിനക്ക് സ്പോർട്സ് ഒന്ന് നോക്കിക്കൂടെ, അതിലാണ് നിന്റെ കഴിവെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ പക്ഷെ തനിക്ക് പഠനമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറയണവൻ. ഈ സമയമാണ് ഇപ്പൊ ലീ അങ്ങോട്ടേക്ക് വരുന്നത്. മെമ്പേഴ്സിനെ കിട്ടാണ്ട് അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന രണ്ടാളെയും കാണുമ്പോൾ ലീ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. ഒരു ബുക്ക് സ്റ്റാളിൽ ചെന്ന് കുറെ പുസ്തകങ്ങളൊക്കെ ലീ 2 പേർക്കും എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ ബുക്ക് സ്റ്റാളിലുള്ള പകുതി പുസ്തകവും ഓൾറെഡി ഗാമിന്റെ അടുത്തുള്ളതാണ്. അവൻ അവിടെ നിന്ന് പലതരത്തിലുള്ള പേനകൾ വാങ്ങും. പിന്നെ ആരും കാണാതെ ഒരു പുസ്തകം എടുത്ത് പിടിക്കുന്നതും കാണാം. അങ്ങനെ ഒരു ഐസ്ക്രീമും കഴിച്ച് ഇവർ 3 പേരും ഇരിക്കുന്ന സമയം സെഹ്യോങ് മിസ്സിനോട് ടോപ്പ് സ്കോർ എല്ലാം വാങ്ങിയിട്ടും മിസ് എന്തിനാ ഈ സ്കൂളിലോട്ട് വന്നേ, വേറെ നല്ല സ്കൂള് കിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കും. അതിടയ്ക്ക് വെച്ച് എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു, അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയും. അങ്ങനെ തിരിച്ചു പോകുന്ന സമയമാണ് ഗാമിൻ വളരെ രഹസ്യമായി ആരെയും കാണിച്ചു കൊടുക്കാണ്ട് വാങ്ങിയ പുസ്തകം അറിയാതെ ലീയുടെ കവറിലായി പോകുന്നത്. ഇവൾ അത് പറയാൻ വേണ്ടി ഗാമിനെയും കോൾ ചെയ്ത് വരുമ്പോഴായിരിക്കും ഇവളുടെ ഫ്ലാറ്റിലെ ഡോറ് ആരോ ഓൾറെഡി തുറന്നു വെച്ചിരിക്കുകയാണ്. ആരോ അകത്ത് കയറിയിട്ടുണ്ടെന്ന കാര്യം ഇവൾക്ക് മനസ്സിലാകും. ഡോറ് തുറന്നു നോക്കുമ്പോൾ അത് ലീഹോൺ ആണ്. ലീഹോൺ, നീ എന്ത് ഇവിടെ ചെയ്യുന്നതെന്ന് ഇവള് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം, അതിനുവേണ്ടി വന്നതാ. മിസ്സിനല്ലേ സ്റ്റഡി ഗ്രൂപ്പിന് ജോയിൻ ചെയ്യാൻ വേണ്ടി വിസിറ്റ് ചെയ്യാൻ പറഞ്ഞ്, ഞാൻ ഇങ്ങനെയുള്ള വിസിറ്റിംഗ് അല്ല ഉദ്ദേശിച്ചേ, പോലീസിനെ വിളിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോകാൻ നോക്ക്. മിസ് സ്കൂളിലേക്ക് വന്നിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ, അപ്പോഴേ ടാർഗറ്റ് ആകാൻ മാത്രം എന്താ ചെയ്തു കൂട്ടിയെ. ഇത് കേട്ട് ടാർഗറ്റോ ആരുടേന്ന് ചോദിക്കുന്ന ലീയോട് ഞാൻ പിഹാനിനെ കുറിച്ചാ പറഞ്ഞ്, അവൻ നിന്നെ പഠിപ്പിക്കുന്നതെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ എന്നോട് പറഞ്ഞു. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരിക്കുവാണ് ലീഹോ. ഈ സമയമാണ് തന്റെ ഫോണിലെ ലീയുടെ മിസ് കോള് കണ്ട് ഗാമിൻ അവളെ തിരിച്ചു വിളിക്കുന്നത്. എന്നാൽ കോൾ എടുക്കുന്നതിന് മുമ്പേ ലീഹോൺ അത് തട്ടിത്തെറിപ്പിച്ച് കളയും. ഒരു കമ്പി എടുത്ത് ഇവൾ അടിക്കാനായിട്ട് വരുന്നത് പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ്സ് ഓഫ് ആവും. ഏതോ ഒരുത്തൻ എല്ലാത്തിനെയും അടിച്ചിട്ട് ലീയും കൊണ്ട് അവിടെ നിന്ന് ഓടും. ഓടി വന്ന് ലിഫ്റ്റിൽ കയറുമ്പോഴാണ് തന്നെ രക്ഷിച്ചത് പാർക്കാണെന്ന് ലീക്ക് മനസ്സിലാവുന്നത്. ഇന്ന് രാവിലെ വേസ്റ്റ് ബിൻ മാറ്റുന്നതിന്റെ ഇടയ്ക്ക് ഇവര് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, നീ എങ്ങനെ ഇവിടെ വന്നേന്നൊക്കെ ഇവള് ചോദിക്കുന്നുണ്ട്. ഇവൻ നേരെ ഇവളുടെ കൈയും പിടിച്ചോടി താഴെ പാർക്കിങ്ങിൽ പോയി ഒളിച്ചിരിക്കും. അവിടെ ഇവരെ തപ്പി നടക്കുവാണ് ലീഹോണും കൂട്ടരും. അവരെ പേടിച്ച് ഒളിച്ചിരിക്കുന്ന ഇവരെ ലീഹോണിന്റെ കൂടെയുള്ള ഒരുത്തൻ കൈയോടെ വെക്കും. കുട്ടികളെ നിങ്ങൾ ആദ്യം ഒന്ന് ശാന്തമാക്ക്, നമുക്കെല്ലാം സംസാരിച്ച് സോൾവ് ആക്കാന്നും പറഞ്ഞ് ഇവള് ചെല്ലുമ്പോൾ ലീഹോണിന്റെ കൂടെയുള്ള ഒരുത്തൻ ഇവളെ അടിച്ച് താഴെ ഇടുവാണ്. ഇതൂടെ കാണുമ്പോൾ പാർക്ക് വെറുതെ ഇരിക്കില്ല. ഗാമിനാണെങ്കിൽ ലീ എന്തിനാ കോൾ ചെയ്തതെന്ന് അറിയാതെ അവളെയും കോൾ ചെയ്ത് അവളുടെ ഫ്ലാറ്റിന്റെ പരിസരത്തേക്ക് വന്നിരിക്കുവാണ്. ഈ സമയമാണ് ഈ ലീഹോണിന്റെ കൂടെയുള്ള ക്ലാസ്സിലെ കുറച്ച് ചെറുക്കന്മാര് ബൈക്കിൽ ലീയുടെ ഫ്ലാറ്റിന്റെ അങ്ങോട്ടേക്ക് പോകുന്ന കാര്യം ഗാമിൻ കാണുന്നത്. ഇവിടെയാണെങ്കിൽ എല്ലാവരെയും അടിച്ച് ശരിയാക്കിക്കൊണ്ടിരിക്കുവാണ് പാർക്ക്. എന്നാൽ പാർക്കിന്റെ വയറിനെ നോക്കി കിട്ടുന്ന ഒരു ഇടിയിൽ അവൻ പതറി പോവാണ്. ഇപ്പോഴാണ് ലീഹോണിന് ഇവൻ ഓർമ്മ വരുന്നത്. എനിക്ക് ഈ നാറിയ ഓർമ്മ വന്നു, നീ സെഗ്യോങ് മിഡിൽ സ്കൂളിൽ പഠിച്ച പാർക്കല്ലേ, നിനക്ക് ഇവൻ അറിയാവോന്ന് കൂടെയുള്ളവരടുത്ത് ചോദിക്കുമ്പോൾ നിനക്കും ഇവൻ അറിയാം, ഇവൻ മൊത്തം ന്യൂസിലും ഉണ്ടായിരുന്നു, നീ ഒരു റാൻഡം മർഡർ കേസ് കേട്ടിട്ടില്ലേ, അന്ന് അവന് വയറിൽ ഒരു കുത്തിയേറ്റിട്ടുണ്ട് എന്നും പറഞ്ഞ് എല്ലാം കൂടെ അവൻ അടിച്ച് ശരിയാക്കുവാണ്. ഈ സമയം നോക്കി ലീഹോൺ ലീയുടെ അടുത്തേക്ക് വരും. അവളുടെ അടുത്തേക്ക് പോകുന്നതും പെട്ടെന്ന് അവനെ ആരോ ബാക്കിൽ നിന്ന് വലിക്കുവാണ്. അത് ഗാമിനായിരുന്നു. ഇവനെ കണ്ടതും ലീഹോണിന്റെ കൂടെയുള്ള പകുതിയും പേടിച്ചോടും. ബാക്കിയുള്ളവന്മാരെയും വളരെ ബുദ്ധിപരമായി ഗാമിൻ നേരിടുന്നുണ്ട്. ഇതേസമയം ഗാമിന്റെ റൂമിൽ അമ്മ വന്ന് നോക്കുമ്പോൾ അവനെ കാണുന്നില്ല. ഈ സമയമാണ് മേശയിലായിട്ട് അവന്റെ ഒരു ടൈം ടേബിൾ കാണുന്നത്. അതിൽ ഈ ടൈം അവന്റെ ട്രെയിനിങ് ടൈം ആണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ആ ട്രെയിനിങ് ആണ് ഗാമിൻ ഇപ്പോൾ ഇവരുടെ മേലെടുത്തോണ്ടിരിക്കുന്നത്. എല്ലാവരെയും അടിച്ചിട്ട് ലീയുടെ അടുത്തേക്ക് വരുന്ന ഗാമിനെ പിറകിന്ന് കുത്താൻ വേണ്ടി പോവാണ് ലീഹോ. എന്നാൽ കറക്റ്റ് സമയത്ത് പാർക്ക് വന്നതിനെ തടഞ്ഞ്, നിനക്കപ്പോൾ ആ കേസിനെ കുറിച്ച് അറിയാവുന്ന സ്ഥിതിക്ക് നിന്നെ വെറുതെ അങ്ങ് വിടാൻ പാടില്ല, ഒന്ന് ഓർത്തു നോക്ക്, നീ പിഹാനിന്റെ ടീമിലായതുകൊണ്ട് തന്നെ എന്തെങ്കിലും കേൾക്കാൻ വഴിയുണ്ടാകും. ഈ കമ്പി കൊണ്ടല്ലേ നീ ടീച്ചർ ലീയുടെ വാതിൽ കുത്തി തുറന്ന്, ഇതുകൊണ്ട് ഞാൻ നിന്റെ വാ കുത്തിക്കീറുമെന്നും പറഞ്ഞ് ആ കമ്പിയും കൊണ്ട് ഇവന്റെ അടുത്തേക്ക് ചെല്ലുന്നതും പെട്ടെന്ന് അത് ഗാമി വന്ന് സ്റ്റോപ്പ് ചെയ്യും. വേണ്ട മതിയാക്കെന്ന് പറയുന്ന ഗാമിനോട് ഞാൻ എങ്ങനെ മതിയാക്കാനാണ്, എന്റെ അമ്മയാണ് മരിച്ചത്, ഇതിൽ ഇടപെടണ്ടെന്ന് പറയുന്ന സമയം ലീഹോൺ ഇവരെയും തള്ളി മാറ്റി ഓടുവാണ്. പാർക്ക് ഇപ്പോൾ ലീയോടായിട്ട് പറയും, മിസ്സിന് അവന്മാരോട് എന്ത് ചെയ്യണമെങ്കിലും ചെയ്തോ, നീതിപരമായ പണിഷ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കരുത്, ഞാനിതൊക്കെ പറയാൻ കാരണം നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എന്റെ അമ്മയെ ഓർമ്മ വരുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞു പോകുന്ന പാർക്ക് ഗാമിനോടായിട്ട്, നിനക്ക് ഞാൻ നിന്റെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമല്ലേ, കണ്ണ് തുറന്ന് നോക്കടാ,
ഇത് യൂസോങ് ടെക്നിക്കൽ ഹൈസ്കൂൾ ആണെന്നും പറഞ്ഞു പോകും. കെട്ടാകുമ്പോൾ ലീ അവന്റെ മറന്നു വെച്ച പുസ്തകം അവനെ തിരിച്ചെടുത്തു കൊടുക്കും. മിസ്സിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവളെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ആ പുസ്തകം എന്ന് പറയുന്നത് ബ്രൂസ് ലീയുടെ പുസ്തകമായിരുന്നു. ഗാമിന്റെ മുന്നിൽ കുഴപ്പമില്ലാത്തതുപോലെ അഭിനയിച്ചെങ്കിലും ലീ വല്ലാണ്ട് പേടിച്ചു പോയിട്ടുണ്ട്. അവള് പോലീസിന്റെ നമ്പർ ഡയൽ ചെയ്യുന്നതും കാണാം. ഈ സമയം ആരോ വന്ന് ഡോർബെൽ അടിക്കും. അവൾ അകത്തുനിന്ന് ക്യാമറ വഴി നോക്കുമ്പോൾ അത് ലീഹോന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തനാണ്. ഇവളിപ്പോ പതിയെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഇവനാണെങ്കിൽ അവളോട് ക്ഷമ ചോദിക്കുവാണ്. മിസ് ഈ ഒരു തവണ മാത്രം എന്നോട് ക്ഷമിക്കുക. പീഹാനാണ് ഇത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അവൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കെന്ന് പറയുമ്പോൾ ശരി, പക്ഷേ എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കണം. അങ്ങനെ അവിടെ വെച്ച് കട്ടാക്കുമ്പോൾ ഇപ്പോഴും മെമ്പേഴ്സ് ആരും തന്റെ സ്റ്റഡി ഗ്രൂപ്പിൽ വന്നില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുവാണ് ഗാമി. പ്രിൻസിപ്പൾ പറഞ്ഞ ഡേയ്സ് കഴിയാനുമായി. ഈ സമയം ഗാമിന്റെ ഫോണിലേക്ക് എന്തോ ഒരു മെസ്സേജ് വരുന്നുണ്ട്. അത് കണ്ട് ഇവനൊന്ന് ഷോക്ക് ആവുന്നതും കാണാം. പിന്നീട് ഇവര് രണ്ടുപേരും കൂടി ഒരു ക്ലാസ് റൂമിന് പരിസരത്തോട്ട് പോവാണ്. ഈ ക്ലാസ് തന്നെയല്ലേ, ഉറപ്പല്ലേ? ആദ്യം നീ ചെന്ന് നോക്കുന്നോന്ന് സിഹോണോട് ചോദിക്കുമ്പോൾ നീ തന്നെ ചെന്ന് ചോദിച്ചാൽ മതിയെന്നും പറഞ്ഞു നിൽക്കുവാണ് അവൻ. എടാ എന്തായിരുന്നടാ പേരെന്ന് ഗാമി ചോദിക്കുമ്പോൾ ജിവു ലീ ജിവു എന്നും പറഞ്ഞ് ആ ക്ലാസ്സിലോട്ട് ഗാമിനെ തള്ളി വിടുവാണ് സിഹോ. എന്ന ക്ലാസ്സിൽ കയറി അവന്റെ കണ്ണങ്ങ് തള്ളിപ്പോവും. കാരണം ആ ക്ലാസ് റൂമിൽ മൊത്തം ഗേൾസ് ആയിരുന്നു. പകച്ചു നിൽക്കുന്ന ഗാമിനെയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ആരായിരിക്കും ഈ ജിവു എന്നും അവള് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യോ എന്നും നമുക്ക് അടുത്ത എപ്പിസോഡിലായിട്ട് കാണാം.